കായലോരത്ത് കാണുന്ന കണ്ടലുകളുടെ സംരക്ഷകനാണ് മീൻപിടുത്ത തൊഴിലാളിയായ ഇടയിലക്കാട്ടെ രാജൻ. ഇതിനകം അദ്ദേഹം വച്ചുപിടിപ്പിച്ചത് 10,000-ലേറെ കണ്ടൽ ചെടികൾ. രാജന്റെ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ കവ്വായി കായലിന്റെ പല ഭാഗങ്ങളിലായി കണ്ടലുകൾ വേരൂന്നി നിൽക്കുന്നത് കാണാം. ഈ വർഷം 1000 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് മത്സ്യത്തൊഴിലാളിയായ രാജൻ നടത്തുന്നത്. കവ്വായി കായലിലെ മത്സ്യങ്ങളുടെ പ്രജനനം, മണ്ണൊലിപ്പ് തടയൽ എന്നിവയിൽ കണ്ടലുകൾക്കുള്ള പ്രാധാന്യം ഇദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടക്കം ഈ മത്സ്യബന്ധനത്തിൽ പോയ സമയത്ത് വലയിൽ കുരുങ്ങിട്ട് കണ്ടലുകൾ ഒരു പരിസ്ഥിതികമായിട്ട് നട്ടു തുടങ്ങിയതാണ്. പിന്നീട് അതിനോടൊരു താല്പര്യം കൂടി കിട്ടുന്ന മുറക്ക് എല്ലാ വർഷവും 1000-ൽ പരം കണ്ടലുകൾ വർഷങ്ങളെല്ലാം നടുന്നുണ്ട്. പക്ഷെ നട്ടതെല്ലാം ബാക്കിയുണ്ടാവില്ല. 3-4 പ്രാവശ്യം ഓരോ പ്രദേശത്ത് നട്ടാലും ആടെ കുറച്ചേ പിടിച്ച് നിലനിന്ന് വരുന്നുള്ളൂ. ഭ്രാന്തൻ കണ്ടലുകൾ മറ്റ് നാടൻ കണ്ടലുകളും കിട്ടുന്നവർക്ക് നടുന്നുണ്ട്. കുറച്ച് വർഷമായിട്ട് ഈ കണ്ടൽ നട്ട് വരുന്നൊരു വ്യക്തിയാണ്. പ്രധാനമായിട്ട് നടുന്ന കണ്ടൽ ഭ്രാന്തൻ കണ്ടൽ, അതുപോലെ പ്രാദേശികമായിട്ടുള്ള കുറ്റിക്കണ്ടൽ, നാടൻ കണ്ടലുകളൊക്കെ കിട്ടുന്നതൊക്കെ നട്ട് വരുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഇപ്രാവശ്യം ഇപ്പോൾ ഒരു 1000-ൽ മേലെ എൻ്റെ നഴ്സറിയിലുണ്ട്. 10-750 അതിൽ നട്ട് ഇനി 300 നടാൻ ബാക്കിയുണ്ട്. അതിപ്പം എൻ്റെ മനസ്സിലുള്ളത് ഈ വരുന്ന ജൂലൈ 26-ന് ദേശീയ കണ്ടൽ ദിനമായെന്ന് നടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള വീട്ടുപറമ്പിൽ രാജൻ കണ്ടൽ നഴ്സറി ഒരുക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ കണ്ടൽ പരിപാലനത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി തയ്യാറാക്കണമെന്നും മീൻപിടുത്ത തൊഴിലാളിയായ ഈ പരിസ്ഥിതി സംരക്ഷകൻ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.